അപ്പോൾ നമ്മുടെ ചായ കൊച്ചാടെ വീട്ടിൽ വരെ വന്നാൽ കേട്ടോ. അപ്പോൾ കൊച്ച ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം അവധിക്കാണ് വന്നത്. അവധിക്ക് വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ പിന്നെ കൊച്ചാ വന്നിട്ട് ഒന്ന് കറങ്ങാൻ പോകണമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂട്ടി ഇന്നൊന്ന് കറങ്ങാൻ പോവാ. കറക്റ്റ് സമയത്ത് പോവാ വന്നേക്കുന്നത്. അതെ അല്ലേ, ഒട്ടും മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് നല്ല തെളിവല്ലേ? ഇന്ന് നല്ല തെളിവാ. അതെ അതെ അതെ. അപ്പോൾ എല്ലാവർക്കും വീട്ടുകാരൊന്നും ആർക്കും അങ്ങനെ വലിയ കാര്യമായിട്ട് പരിചയമൊന്നുമില്ല അല്ലേ? വീട്ടുകാരെ പരിചയപ്പെടാൻ ഒരുപാട് ആളൊന്നും ഇല്ല. ഇത് ജായ്ക്കൊച്ചയുടെ അമ്മ, അത് അനിയന്റെ വൈഫ്, അത് അനിയന്റെ പിള്ളേര്, പിന്നെ നമ്മളെല്ലാരും കൂടെ ഇന്നൊരു കറങ്ങാൻ പോവാ. അപ്പൊ നമുക്കൊരു ജീപ്പും ഉണ്ട്, നമ്മുടെ വണ്ടിയുണ്ട്. അപ്പൊ കുറച്ച് മലയൊക്കെ കയറി കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വരാന്നാ കൊച്ചാ പറഞ്ഞത്. അപ്പൊ പോയേക്കാം. എങ്ങോട്ടാ പോകുമ്പോ മഴയ്ക്ക് മുന്നേ പോകാം. ആണോ, എന്നാ വിട്ടേക്കാം. ഈ വീടിന്റെ മുറ്റത്ത് തന്നെ നല്ല അടിപൊളി ഗ്രാമ്പുവാ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അല്ലേ? ഇതിലൊക്കെ എങ്ങനെ കയറി പഠിക്കുന്നത്? ഇതിലൊക്കെ എങ്ങനെ കയറി പഠിക്കും? ഇത് ഏണി വെച്ചിട്ട് കയറ് വലിച്ചു കിട്ടും. ആണോ, രണ്ടെണ്ണം ഉണ്ട്. ഇത് നല്ലോണം കണ്ടോ, നല്ല ഇതെല്ലാം തൈ ജാതികളാണ്. അതൊരു ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ജാതി എന്നൊരു 5000 രൂപയുടെ കാ കിട്ടുമെന്ന് പറഞ്ഞു. ഏത് പിന്നെ അതായല്ലേ, മലയുടെ മണ്ടയിലാണേലുവേ ഇഷ്ടം പോലെ സാധനമുണ്ട്. ജാതിക്കാവുണ്ട്. എനിക്കാണ് ഈയിടെ പോയപ്പോഴും പറഞ്ഞതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഉപ്പ് കിട്ടത്തില്ല പിന്നെ അല്ലേ. രണ്ടെണ്ണം പറിച്ചോ? ഉണ്ടോ, റബ്ബറുണ്ട്, ജാതിയുണ്ട്. ജാതിക്കുന്നതെല്ലാം ഗ്രാമ്പു. അതുകൊണ്ടോ ഈ മലയുടെ മേളിലായതുകൊണ്ടേ എല്ലാ സാധനവും ഉണ്ടാവും. അതുകൊണ്ടോ, ഇത് ഗ്രാമ്പു ഇത് ഇഷ്ടം പോലെ ഉണ്ട്. വീടിൻ്റെ മുറ്റത്ത് കണ്ടോ, വീടിൻ്റെ മുറ്റത്താണെങ്കിൽ നല്ല വലിയൊരു ഗ്രാമ്പൂ മരമാണ് ഉള്ളത്, രണ്ടെണ്ണം. ആ ശരിയാ, ഒരു കിണറുണ്ടായിരുന്നു അല്ലേ? ആണോ, രണ്ട് വണ്ടിയും പോകണം. രണ്ട് വണ്ടി പോകാൻ നടക്കുകയാണ്. ഞാൻ എനിക്ക് ചെറുവണ്ടി ഓടിച്ച് വലിയ പരിചയനവും ഇല്ല. അതെ, നമ്മള് വലിയ വണ്ടി ഓടിച്ചിട്ടുള്ള നമ്മള് ട്രെയിൻ പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പിടിക്കുന്നത്. അതെ അതെ, ഞങ്ങള് രണ്ട് കുഞ്ഞു പിള്ളേരും പിന്നെ വലിയ പിള്ളേര് പുറയിലും. ഇവിടെ നമ്മുടെ പിന്നെ ഇത് ചെറിയ ചപ്പാത്താ. അതല്ല, ഇവിടൊക്കെ എന്തോരം ജനങ്ങള് താമസിച്ചോണ്ട സ്ഥലമാണെന്നറിയോ? മൊത്തം കംപ്ലീറ്റ് ആൾക്കാരും. ഇത് ബസ് റൂട്ടായിരുന്നു, അപ്പം ബസ്സും ഇല്ല, ആൾക്കാരും ഇല്ല. ഏയ് ഇതാ നമ്മുടെ 100 ഏക്കർ എന്ന് പറയുന്ന സ്ഥലമാണ് വടക്കേമലല്ലേ. 100 ഏക്കർ. ഇത് 100 ഏക്കറാ, ഫുള്ള് റബ്ബറായിരുന്നു. 100 ഏക്കർ റബ്ബറാ വടക്കേമല. ഞാൻ ഇവിടെ താമസിക്കുന്നത്, എനിക്കിവിടെ കറക്റ്റ് എവിടാന്നൊന്നും അറിയത്തില്ല. നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മളിങ്ങനെ വന്നു പോയതുകൊണ്ടേ അത്രേ ഉള്ളൂ. അതൊക്കെയാണ് പാപ്പാനി വെള്ളച്ചാട്ടമൊക്കെ. അവര് നമ്മളെ കൊണ്ടുപോകാൻ നിൽക്കുന്ന. ഇതാണ് ശരിക്കും 100 ഏക്കർ നിരപ്പെന്നൊക്കെ പറയുന്നത്. എവിടെയാ പള്ളിയുണ്ട്? താഴോട്ട് പോകണം അങ്ങോട്ട്. അതെ, ഇനിയാണ് ശരിക്കും ഓഫ് റോഡ് ഒക്കെ തുടങ്ങുന്നത്. അതെ അതെ, ഈ നേരെ കിടക്കുന്ന വഴി ഇങ്ങനെ അതിലെ അങ്ങോട്ട് കയറി പോന്ന അക്കരെ കയറിയാണ്. താഴേന്ന് കയറി വരുന്ന വഴിയുണ്ട്, കൊക്കയാർ വഴി വരുന്നത്. ഇതിപ്പം പള്ളിക്കലോട്ട് പോകുന്ന വഴിയാണ്. കൂട്ടിക്കാൻ കയറി വരുന്ന വഴി. ഇതിലെല്ലാം ചുറ്റിനും വഴികളാണ്. വഴിയെല്ലാം ഓഫ് റോഡാന്നേ ഉള്ളൂ, ഇഷ്ടംപോലെ വഴികളുണ്ട്. ഇതെല്ലാം റബ്ബർ വെച്ചിട്ട് ഇതിനകത്തെല്ലാം കൈത വെച്ചിരുന്ന. ഇപ്പൊ എന്നെ സംഭവിച്ചെന്ന് അറിയത്തില്ല, റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞ് കൈതം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പരിപാടി ആക്കാനാണോ എന്ന് അറിയത്തില്ല. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതെ, പിന്നെ കേറി വരണമെങ്കിൽ ഇച്ചിരി പാടാന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രളയത്തില് മണ്ണിടിഞ്ഞ് വന്ന് കയറിയതായി വീടിനകത്ത്. ആ വീട് മുഴുവൻ പോയല്ലേ? മൊത്തം പോയി. എന്റെ പോലെ ഇത് വെറുതെ അല്ലേ ഇവിടെ നല്ല ആൾക്കാർ ഇറങ്ങി പോയതല്ലേ? അതെ അതെ, ഉണ്ടോ, എന്നാ നല്ല വീടായിരുന്നു. നോക്കി ഉരുള് വന്ന് പോയതാണ്. ആ, ഇവിടുന്ന് നമ്മൾ ഈ പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഓഫ് റോഡാ അല്ലേ? അതെ അതെ, ഇതൊക്കെ വഴിയൊക്കെ നന്നായിട്ട് കിടന്നതാണ്. ആ പ്രളയത്തിൽ ഇതെല്ലാം മണ്ണ് എല്ലാം ഒലിച്ചു പോയേ, എല്ലാം പോയി, എല്ലാം നാശമായി പോയതാ.
ഇതൊക്കെ പഴയ ഒരു ഓർമ്മയൊക്കെ ആയിരുന്നു. അതെല്ലേ. നാട് നല്ല അടിപൊളി നാടായിരുന്നു, പക്ഷെ പ്രളയം വന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പൊ ഇറങ്ങി താഴെ പിന്നെ എല്ലാവരും വേന്തയാറ് ടൗണിലേക്കെല്ലാം മാറി. ഇത് മടമൊക്കെ ആയിരുന്നേ. ഇവിടുത്തെ അല്ലേ? മടമൊക്കെ അടച്ചിട്ടേക്കുവാ, മഠത്തിലൊന്നും ആരുമില്ല. ഇവിടെ പിന്നെ ആഴ്ചയില് അച്ഛൻ വെളിയിൽ നിന്നങ്ങാണ്ട് വന്ന ഇവിടെ ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. അതെല്ലേ. ഇത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വടക്കേമല കൊക്കയാർ പഞ്ചായത്ത് അംഗൻവാടിയായിരുന്നു. വടക്കേമല അംഗൻവാടിയാണ്. ഇതാണോ അല്ലേ നമ്മുടെ വടക്കേമല പള്ളി അല്ലേ? ഇവിടെ ഒന്നും ഇപ്പൊ ആൾക്കാരില്ല, എല്ലാരും ഇറങ്ങിപ്പോയി. ഒരു മനുഷ്യരില്ല ഇവിടെ. ആഴ്ചയിൽ ഒന്ന് പ്രാർത്ഥന നടക്കുന്ന തന്നെ അച്ഛൻ വെളിയിൽ നിന്നങ്ങാണ്ട് വന്നിട്ടല്ലേ? അങ്ങനെയൊക്കെയാണോ ഇപ്പം? അതെ, എല്ലാരും പോയി, മൊത്തം പേരും. അതല്ലേ, ഈ റോഡുകളെല്ലാം മൊത്തം പ്രളയത്തിൽ നശിച്ചു പോയി. ഓരോ കണ്ടീഷനാണ്. നമ്മളിവിടെ ജീപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോൾ കയറിയില്ലെങ്കിൽ നമുക്ക് ജീപ്പിന് വലിച്ചു കയറ്റിക്കൊണ്ട് പോകാം. തിരിച്ചു നമുക്ക് ഇതുവഴി വരണ്ട, അതിലൂടെ പോയിട്ട് അതിലെ മേളിൽ കയറി പോവാം. എന്നിട്ട് മറ്റേ ഇപ്പം നമ്മൾ കണ്ട വഴിയില്ല, നേരെ പോകുന്നതല്ലേ, ആ വഴി കൂടി ഇങ്ങോട്ട് വരാം. ജീപ്പ് അങ്ങ് താഴെ ചെന്നു. ജീപ്പിന് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. അതെ, ജീപ്പ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മഹീന്ദ്രയുടെ ജീപ്പ് ഉള്ളതുകൊണ്ടാണ് കുറെ ഏരിയയിൽ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഇതെല്ലാം ആപ്പ വരുന്ന സ്ഥലങ്ങളായതെല്ലാം. അതോടുകൂടി ജീപ്പുകാരുടെ പരിപാടികളെല്ലാം തീർന്നായിരുന്നു. ചാനലൊന്നും ജീപ്പില്ല, ആ 1-2 ജീപ്പ് കണ്ടു അത്രേ ഉള്ളൂ. കുഞ്ഞേ, എങ്ങനെയുണ്ട് ഓഫ് റോഡ് വന്നിട്ട്? എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊച്ചായിക്കാണ് ഈ ലോറി മാത്രം ഓടിച്ച് പരിചയമുള്ളൂ, അതുകൊണ്ട് ലോറിയും ബസ്സും അല്ലേ ഓടിക്കുന്നത്. ഓഫ് റോഡിന്റെ ശരിക്കും അറിയണമായിരുന്നേ ആ ജീപ്പേ പോണമായിരുന്നു. അതെ. ഇതേ പോയാൽ അത്ര ഓഫ് റോഡ് ഫീൽ ചെയ്തില്ല. അതിനാണ് വഴി കുറച്ച് നല്ല വെള്ള വഴി പോയെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ലല്ലേ? ഇവിടെയൊക്കെ കുഴപ്പമില്ലാത്തുള്ളൂ, താഴോട്ട് ചെല്ലുമ്പോൾ കുഴപ്പമുള്ളതുണ്ട്. അതെ, ഒരു കല്ലെന്നൊരു കല്ലിലോട്ടാ. നോക്കാം, ഏതായാലും പോയി. നമ്മുടെ മുന്നേ വന്നവരാണ്ട് നമ്മുടെ പാപ്പാനി വെള്ളച്ചാട്ടം. ഇതല്ലേ പാപ്പാനി വെള്ളച്ചാട്ടം? ഈ ചെറുതല്ല, ഈ സൈഡിൽ നിന്ന് വരും. ഈ ഇടത്തെ സൈഡ് വലുതല്ലേ? ഇതൊക്കെ ഉരുള വന്ന് ചെറിയ വഴി ആയതാ. അവരിവിടെ വന്ന് തങ്ങി കേട്ടോ. അതെ. നമുക്ക് ഇവരുടെ മുന്നിൽ ഇവിടെ എവിടെയെങ്കിലും കയറ്റിയിടാം അല്ലേ? ഇറങ്ങാനൊക്കെ പരുവത്തിന്, കാണാൻ പരുവത്തിന് കയറ്റിയിടാം. ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരോട്, നമ്മുടെ ജിബിനോട് ചോദിക്കേണ്ടി വരും. ഞാനിവിടെ താമസിക്കുന്നേ, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. നമ്മളിവിടെ വല്ലപ്പോഴും മരുന്ന് പോകുന്നു. എന്നാൽ അടിപൊളി സെറ്റ് വ്യൂ ആ കേട്ടോ. ഇത് നല്ല വെള്ളം വരുമ്പോ ആ മേളത്തെ അവിടുന്ന് വെള്ളം ചാടുന്ന ഇവിടെ താഴെയാ, നല്ല വെള്ളം ഉള്ളപ്പോ. പക്ഷെ ഇതുണ്ടല്ലോ, ഞങ്ങൾ ഇടയ്ക്ക് വന്നായിരുന്നു ഒരു പ്രാവശ്യം ജീപ്പുമായിട്ട് ഉറുമ്പിക്കര കറങ്ങി ഇതിലെ വന്നായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ വെള്ളമില്ല. ആ മേളിൽ അതുണ്ടോ 2 കോൺക്രീറ്റ് ചെയ്ത പോലെ നിൽക്കുന്നുണ്ടോ? അതിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നു നടന്നു പോകാനായിട്ട്. അതൊക്കെ പ്രളയം പാലം ഉണ്ടായിരുന്നു അല്ലേ? അതെ. ആ പാലമൊക്കെ പ്രളയത്തിൽ പോയതാ. പിന്നെ ഈ ഒരു അമ്പലം പണിതിരിക്കുന്നുണ്ടോ? ഈ അമ്പലമായിട്ടിരിക്കുന്ന ഇത് മേളിൽ നിന്നങ്ങാണ്ട് ഒലിച്ചു വന്ന ഒരു ശിവലിംഗം. ഒരു പുള്ളി രാവിലെ വെട്ടാൻ പോയപ്പോ വെള്ളത്തിന് ഒരു കളർ വ്യത്യാസം കണ്ടിട്ട് പുള്ളി എന്നാ നോക്കിപ്പോ ശിവലിംഗം അങ്ങനെ അവരെടുത്ത് പ്രതിഷ്ഠിച്ചേക്കുന്നത്. അതെ അല്ലേ? മേളിൽ നിന്നങ്ങാണ്ട് വന്നതായിരിക്കും. അതെ. എന്നാ സംഭവം ഒന്നും ഒരു പിടുത്തമില്ല. മണ്ടരൊന്നും പക്ഷെ വലിയ അമ്പലം ഉള്ളതായിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടുമില്ല. നമ്മള് ഇവിടുന്ന് കയറിപ്പോയ ഏറ്റവും വലിയൊരു അമ്പലമുള്ള അന്ന് വന്ന അമ്പലമാണ്, അല്ലാതെ വേറെ അമ്പലമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ. അവിടുന്ന് വേറെ ഇടിഞ്ഞൊന്നും വരാനില്ല. നല്ല അടിപൊളി വെള്ളച്ചാട്ടം, നല്ല വൈബും. അതാണ്. പിന്നെ താഴോശം അതെ അല്ലേ? ഈ പാലത്തിന് താഴോട്ടെ, ഇതിന്റെ താഴേക്കുണ്ടോ? അയ്യോ, എന്നാ ഹൈറ്റിലാ പൊക്കോണ്ടിരിക്കുന്നല്ലേ? ഇതൊരു നല്ല വ്യൂ ആട്ടോ. ഇവിടെ നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഈ പാറയൊന്നും കാണത്തില്ല. ഇവിടെ നേരെ അങ്ങ് താഴേക്ക് പോവുള്ളൂ. ഈ പാലത്തിലൊക്കെ എറിച്ചിരിച്ച് വെള്ളം കയറുമായിരിക്കുമല്ലോ. എറിച്ചിട്ട് കയറും, നല്ലപോലെ പറന്നു വരും. നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൽ നിൽക്കുവാണല്ലേ, ഇതിങ്ങനെ ഈ സ്പ്രേ ചെയ്ത് വരുമല്ലേ വെള്ളം, അതുപോലെ ഇവിടെ വെള്ളം നല്ലപോലെ സ്പ്രേ ചെയ്യുന്ന. അതെല്ലേ? എങ്ങനെയുണ്ടമ്മ, ഇഷ്ടപ്പെട്ടോ? അതിന്റെ അവിടെ പോയി നിൽക്കാം, വെള്ളത്തിന് നല്ല തണുപ്പുള്ളതാ. അവിടെ പോയി നോക്കിയാൽ മേളിൽ നിന്ന് വെള്ളം വരുന്നത് കാണാം. നല്ല മഴയുള്ളപ്പോ ആ മേളിൽ നിന്ന് വെള്ളം വരുന്നത് ഇവിടെ താഴെ ഇവിടെയാ കുത്തുന്നത്. ഇടയ്ക്കൊന്നും തട്ടിയല്ല, നേരെ പോരും. നല്ല രസമാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലെങ്ങനെ പോവാം, താഴെ വെള്ളത്തിൽ ചാടണമെന്നൊക്കെ പറഞ്ഞാ നിൽക്കുന്നത്. ചുമ്മാ പോയി നോക്കാം. അന്നേരം വെള്ളമില്ലായിരുന്നല്ലോ. ഈ അമ്പലം പണിതിരിക്കുന്ന മറ്റേ എന്നാ ഇത് ഒഴുകി വന്നല്ലടാ? അതെല്ലേ? അതാ ഞാൻ പറഞ്ഞത്, കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചാൽ മതി. ഇവരിവിടുത്തെ സ്ഥിരം ആൾക്കാരല്ലേ? പൊക്കോണ്ടിരുന്ന
ഉരുള് വന്ന് ഇവിടെ ഉള്ള അത് ആൾക്കാർ കഴിഞ്ഞിട്ടായിരിക്കുമല്ലേ ഈ വലിയ പാലമൊക്കെ പണിത്, ഈ പാലമൊക്കെ പണിത്. ഈ റോഡ് ഇതിന് സ്ഥിരമായിട്ട് ഓഫ് റോഡ് ഉണ്ടോ, ഓട്ടം ഉണ്ടോ? അതെ അല്ലേ, ജീപ്പായതുകൊണ്ട് അങ്ങ് പൊക്കോളും. ജീപ്പേ പറ്റുള്ളൂ. എന്നാണ് നല്ല ഇപ്പൊ ഈ മഴ ആകുമ്പോഴത്തേക്കിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇതിലെ വലിയ വെള്ളം കുഞ്ഞി വന്നോ? കുഞ്ഞി നമ്മൾ നിൽക്കുന്ന പോയി ആ, നിൽക്കുന്നു. ആ, ആ. പിന്നെ ഒരെണ്ണമില്ലേ ഒരു താഴെ ഒരു കുഴിയില് ദിവസം വരുന്നല്ലേ ഇതില്. അന്ന് നിങ്ങൾ വന്നപ്പോ കൊണ്ടുവരാതിരുന്ന അന്ന് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടോ അതുകൊണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്ന കാല് നിൽക്കുന്നുണ്ടോ? ഇത്ര വെള്ളം ഇല്ലായിരുന്നു. വെള്ളം ഉരുള് വന്നും പോയാ സംഭവം എല്ലാം. അവിടെ കയറി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരുന്നേ. ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞേ അത് വെള്ളം ഉള്ളപ്പോ പറഞ്ഞ ഇതൊന്നും അല്ല, ഇച്ചിരി കൂടെ കഴിയണം. നല്ല നല്ല മണ്ടേന്ന് ഇങ്ങോട്ട് പതഞ്ഞ് ചാടി വരും. അടിപൊളി കുളിക്കൊക്കെ ചെയ്യാം. അവിടെ വലിയ താഴ്ചയൊന്നുമില്ല. ഓർത്തുണ്ടോ? വന്നാ ചാടാന്ന്. ഏതായാലും മെനക്കെട്ടെങ്കിൽ തണുപ്പൊന്നുമില്ല നമ്മുടെ അവിടുത്തെ അത്ര. ഇത് പാപ്പാനിന്ന് വരുന്ന ചാട്ടോ. ഇതിന്റെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല സെറ്റപ്പാ. ഈ ശിവലിംഗം മേളിന്നോ? മേളിന്ന് അങ്ങനെ വന്ന അമ്പലമായതാണ്. അങ്ങനെ വന്ന് ഇവിടെ എടുത്ത് വെച്ചാലേ. ഇതാണ് നല്ല അടിപൊളി, നല്ല അടിപൊളി സെറ്റ് സ്ഥലമാണല്ലോ. മണ്ടേ പാലം ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇതിന്റെ കയറി ആ പാലം മറ്റേ പോയാന്ന്. അടിപൊളിയാണ്. വെള്ളം നെല്ലുന്നുണ്ടോ? അതെ 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 ഉണ്ടോ? നല്ല ഐസ് വാട്ടർ പോണക്കത്തെ വെള്ളം. എല്ലാ ഹൈറ്റിലാ വരുന്നല്ലേ. ഇച്ചിരി കൂടെ വെള്ളം ഉണ്ട്. അവിടുന്ന് ചാടിയിട്ട് പതഞ്ഞ് നല്ല അവിടുന്ന് നേരെ താഴോട്ട് വരും അല്ലേ? താഴോട്ട് വരും. ഇത് കുറവായിട്ടാ. അതെ അതെ അതെ. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ തോട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞൊരു ആ വലത്തെ സൈഡിൽ വരും. അതിലെ ഇവിടെ അങ്ങോട്ട് എങ്ങനെയുണ്ട് പൊന്നു വന്ന് കണ്ടോ അവിടെ നിൽക്കുന്നു. എങ്ങനെയുണ്ട്? ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോട്ടോ എഴുതാ. അടിപൊളിയാ. തിരിച്ചല്ലേ? വണ്ടി അവിടെ ആകാശത്തിട്ടേക്കുന്ന പോലെ ഉണ്ട്. നല്ല തണുപ്പാ, അതുകൊണ്ട് ആർക്കും കുളിക്കണ്ടെന്ന്. കുഞ്ഞി കുളിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്ന ഇപ്പൊ തണുപ്പാന്നാ പറയുന്നത്. അല്ല ഇവിടെ വലിയ താഴ്ചയൊന്നുമില്ലെന്നേ. താഴ്ചയൊന്നുമില്ല, അത് പാറയല്ലേ മൊത്തം. പാറയാ. നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് പോയാലോ? വെള്ളപ്പാറയ്ക്ക് വന്നു താഴെ. എന്നാ പോ. ഈ ഏരിയയിൽ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല ഉള്ളത്, വേറെ ഉണ്ടോ? താഴെ വേറെ 2-3 കൂടെ ഉണ്ട്. ആണോ? കയ്യില് പോവാം. നല്ല വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ വണ്ടി ഇട്ടിട്ട് ശാലം നടക്കണം. ആണോ? എന്നാ അവിടെ കൂടെ പോയാ കായൽ വന്നല്ലേ. അങ്ങോട്ട് പോവാം. എന്നാ പിള്ളേരെ നമുക്കെന്നാ ചുമ്മാ ഒന്ന് പോയാലോ? പോവാം. എന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആ. അതെ അതെ, എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആ. ഇവിടെയൊക്കെ മഴ പെയ്യുമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, 6 മാസം മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അന്ന് മേഘവിസ്ഫോടനം സംഭവമൊക്കെ ഉണ്ടായി. അതോടുകൂടിയാണ് വിഷയമായത്. ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇത് മഴയാന്ന് പെയ്യുന്നത്. ആദ്യം ഇത് മഴ എവിടെ പെയ്താലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാവും. അത് ഇവിടുത്തെ കുഴപ്പമൊന്നുമല്ല. പക്ഷെ അത് ആൾക്കാരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാനും ബോധിപ്പിക്കാനും പറ്റത്തില്ല. അന്ന് കണ്ടവർ അതുപോലെ പേടിച്ച്. അതെ അതെ അതെ. എന്നാ ചെയ്യാൻ ഈ സൈസ് വെള്ളം വരുമ്പോഴേ എന്നാ ഒരു പ്രശ്നമായിരുന്നു അന്നത്തെ ഒരു സംഭവം. ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ മല ഇടിഞ്ഞ് മണ്ണും കല്ലും ഇതുമെല്ലാം ചെളിയെല്ലാം കൂടെ വരുന്നത് എന്നാ ചെയ്യാനാ? ഓടി രക്ഷപ്പെടാൻ പോലും പറ്റിയല്ല. അതെ അതെ അതെ. അത് കഴിഞ്ഞുണ്ടായതാ ഈ വെള്ളച്ചാട്ടമൊക്കെ, ഈ ചെറുതൊക്കെ അല്ലേ. അതിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഉരുളോട്ടർ കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ സൈഡിൽ കൂടെ കാണുന്നത്. ഇതൊക്കെ അങ്ങനെ വന്നാ. അതെ അതെ. അതെ അതെ. എങ്ങനെയാന്ന് അറിയത്തില്ല. നമുക്ക് നാട് പോവാ. ഈ കുളത്തിൽ നിന്ന് കിട്ടി അതെടുത്ത് കരക്കി വെച്ചത്രേ ഉള്ളൂ. നമ്മുടെ ജീപ്പ് മുന്നേ വിട്ടിട്ടുണ്ട് കേട്ടോ. അത് മുന്നേ പോവാണല്ലോ. അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ വണ്ടിയെ വേണേ കെട്ടി വലിച്ചോണ്ട് പോകാനോ. അതുമല്ല വഴി നന്നായിട്ട് അറിയാതെ അവനാ, അതുകൊണ്ട് റോപ്പേ അല്ല, ഞാൻ റോപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അഥവാ ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലായിട്ട് ഇതൊന്ന് കേട്ടണമെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം കയറി പോകുന്നുണ്ട് കേട്ടോ. വലിയ ചള്ളയൊന്നുമില്ല. നമ്മുടെ ജീപ്പുകാർ അങ്ങ് പോയി കേട്ടോ. അമ്മ നമ്മളെ ഇട്ടിട്ട് പോവാ. ഒന്നുമില്ല, പുള്ളി നോക്കിയേ പോകുള്ളൂ. ആണോ? വളവിനൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നമ്മളുണ്ടോ.
അതെ, പുറകെ ഉണ്ടോ അതോ ഇനി എവിടെയെങ്കിലും നിന്ന് പോയോന്നല്ലേ. ആയാലും കൊച്ചാ ഓഫ് റോഡ് ഓടിച്ചല്ലോ. അതെ, നമ്മൾ ഈടായിട്ട് കിട്ടുന്ന എല്ലാം നമുക്ക് ഓഫ് റോഡ്. ഓഫ് റോഡ് അല്ലേ. ലഡാക്ക് പോയ പിന്നെ ഉണ്ടല്ലോ, ആ. അവിടെ കണ്ടു വന്നപ്പോ ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു, ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ മുത്ത അവിടുത്തെ വഴി കിടക്കുന്ന കാണണം. അതെ അതെ, സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാല് ആ വഴിയെ പോയിട്ട് ഈ വഴിയെ വരുമ്പോ സ്വർഗമല്ലേ. സ്വർഗമാ. പക്ഷെ ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലെന്ന്. അതെ അതെ അതെ, അവിടെയൊക്കെ നമ്മുടെ ഇവിടെ മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഉരുളൂട്ടലും മണ്ണിടിച്ചിലും പറയുന്നത്. അവിടെ അല്ലേ, അവിടെ ഉണ്ടേലും ഇല്ലേലും എപ്പോഴും ഇത് തന്നെ അവസ്ഥ. ജീപ്പിലിരിക്കുന്നവർക്ക് നമ്മളെ ഒരു മൈൻഡ് പോലും ഇല്ല കേട്ടോ. അവര് വലിയ കഥയൊക്കെ പറഞ്ഞു പോകുന്നിടത്ത് അതെ 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 അതെ, നമ്മളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജീപ്പ് 4 വീലല്ലേ, ജീപ്പ് നല്ല നല്ല ഓഫ് റോഡ് പോകാൻ തന്നെ വെച്ചേക്കുന്ന വണ്ടിയല്ലേ. ഞാനും കുഞ്ഞാപ്പി അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞിപ്പെണ്ണ് എന്തിയെ ആണോ? ഓ, കുഞ്ഞിപ്പെണ്ണ് അച്ചമ്മച്ചിയുടെ മടിയിലാണോ? ആ, അതുപോലെ അവര് പിള്ളേരെ എല്ലാം നമുക്ക് വന്നിട്ട് അവരെല്ലാം കൂടെ അതേ കയറിപ്പോ അല്ലേ. അതെ 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 അതെ, നമ്മള് പിന്നല്ല, നമുക്കും പുറകെ ചെന്ന് കാണാം. ഇതൊക്കെ എന്തല്ലേ മായി, എത്ര പിള്ളേരെ വളർത്തതാ. അതെ 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 അതെ, ചായക്കൊച്ച ചെറുപ്പത്തിൽ വീട്ടിലായിരുന്നു കേട്ടോ. ഏയ്, എനിക്കിട്ട് വലിയ അടിയൊന്നും കിട്ടിയിട്ടില്ല. അമ്മായി എന്നെ ഒരടി എങ്ങോട്ട് അടിച്ചത്, കപ്പ ഇളക്കുന്ന കമ്പനി ഞാൻ മറന്നിട്ടില്ല. അതെ 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 അതെ, അല്ല എനിക്കിട്ട് അങ്ങനെ ചെറുപ്പത്തിൽ വലിയ അടി കിട്ടിയിട്ടില്ല. കുരുത്തക്കേടൊക്കെ വെറൈറ്റി കുരുത്തക്കേടാ. മൂക്കിനകത്ത് മറ്റേ മുല്ലമുട്ട് കയറ്റി വെക്കുക, ബട്ടൺസ് കയറ്റുക, അങ്ങനെയുള്ള വെറൈറ്റി കുരുത്തക്കേടായിരുന്നു. ഇപ്പൊ വന്ന് മൊത്തം നമ്മള് കൈത കൃഷിയായല്ലോ ഇവിടെ. ഇവിടെ എല്ലാം ഇപ്പം കൈതയാ. അത് നമ്മുടെ മുന്നേ പോയ വണ്ടിയാ. അങ്ങോട്ടോ? അത് കൈതക്കാരുടെ വണ്ടി വല്ലതും ആയിരിക്കും. അതെ അതെ, അത് കൈതത്തോട്ടോ. കൊച്ചാ വണ്ടി ഒതുക്കുവാ കേട്ടോ. കൊച്ചാ പറഞ്ഞത് കൊച്ചാ ഓഫ് റോഡൊന്നും പോയിട്ടില്ലെന്നോ. ഇവിടെ ഇതിലെ വരുമ്പോൾ വിമാനം പോകുന്നതല്ലേ ഉള്ളൂ. മറ്റേ ജീപ്പ് തിരിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ട് നമുക്ക് മേളിലോട്ട് പോകാം കേട്ടോ. മേളിലൊരു വെള്ളച്ചാട്ടം, അതിൻ്റെ തന്നെയാണ്. പക്ഷെ നല്ല രസമല്ലേ, ഇനി അവിടെ ആൾക്കാർ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ആളും പൂളൊന്നും വരാനില്ലെന്ന്. കേട്ടോ, അതൊന്നും വലുത് കേട്ടോ, ഇതിന് ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട്. പക്ഷെ ഇത് മേളി വരെ പോകത്തുള്ളൂ, കാറൊക്കെ. കാറ് മേളി വരെ പോകും. ഈ അളിയന്റെ കട എന്ന് പറയുന്നത് അവിടെ വരെ കാറൊക്കെ കയറി ചെല്ലുന്നേ. വഴി ഇച്ചിരി മോശമാണെന്ന് പറഞ്ഞാലും ചെല്ലും. അളിയന്റെ കടയുടെ അവിടെ വരെ കയറി ചെല്ലും. അത് കഴിയുമ്പോ പിന്നെ ഇല്ല, അത് കഴിഞ്ഞാൽ പിന്നെ വൻ ഓഫാ. അപ്പൊ നമുക്ക് ഇവരുടെ പുറകെ നമുക്കും കയറിപ്പോം. പിന്നെ ഇതല്ലേ മറ്റേ വെള്ളച്ചാട്ടത്തിന്റെ, വെള്ളച്ചാട്ടം അതിന്റെ അടുത്ത് താഴെ പോയി നിൽക്കാം. അവിടെ ചുമ്മാ പോയി നോക്കാം. കൊടയൊക്കെ വേണം, അല്ലെങ്കിൽ എറിച്ചിലടിച്ച് മൊത്തം നനയും. നനഞ്ഞാലും കുഴപ്പമില്ല. കുടയുണ്ട്, പൊന്നൂന്റെ ഒരെണ്ണമുണ്ട്. പൊന്നൂന്റെ കുട തരണേ. തരും. അല്ല പൊന്നു കണ്ടില്ലല്ലോടാ. എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, നോക്കിട്ട് വരാം. ഇത് ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോകുന്ന ഒരു ഫീൽ കിട്ടും കേട്ടോ. കീഴപ്പള്ളി നല്ല രസമാണ് കാണാൻ. കുഞ്ഞേ എങ്ങനെയുണ്ട്? അഡ്വഞ്ചറസ് ആണോ? അടിപൊളിയാ അല്ലേ? ഇത് നമ്മള് മേളിൽ കണ്ടതിൽ സൂപ്പറാ അല്ലേ? അടിപൊളി വെള്ളച്ചാട്ടോ. ഇത് നമ്മള് മേളിൽ കണ്ടതിൽ സൂപ്പറാ കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി വെള്ളച്ചാട്ടം അല്ലേ? അതിന്റെ ചോട്ടിലേ അവിടെ ആ വെള്ളം വീഴുന്നതിന്റെ അവിടെ പിള്ളേർ ഇറങ്ങി കുളിക്കുന്നേ. എവിടെയല്ലേ? അതിന്റെ അവിടെ. ഇതിപ്പോ വെള്ളം ശക്തിയായിട്ട് വീഴുന്നോണ്ട് നടക്കുകയല്ല. ചെറിയ വെള്ളച്ചാട്ടം ഉള്ളപ്പോ അതിന്റെ കീഴെ ഇറങ്ങി അവര് കുളിക്കുന്ന നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. നല്ല വെള്ളം വരുമ്പം അതും ഈ പറഞ്ഞ ഇങ്ങോട്ട് മാറിയാ വെള്ളം വീഴുന്നത്. നല്ല രസമല്ലേ? ഇതുണ്ടോ ശബ്ദമുണ്ടോ? വെള്ളം സ്പ്രേ ചെയ്ത് പിടിക്കുന്നുണ്ടോ? ഇതിപ്പോ ശരിക്കും വെള്ളം കുറവായി. കുറച്ചുകൂടെ വെള്ളം ഉള്ളെങ്കിൽ ഇതുണ്ടോ കത്തൊക്കെ ഉണ്ടോ? ഫുള്ള് എറിച്ചില് കയറി കേട്ടോ.
രണ്ട് കുതിരയൊക്കെ മേടിച്ച് 2 ജീപ്പും ഒക്കെ മേടിച്ച് നമ്മളിവിടെ ട്രക്കിംഗ് സംവിധാനവും കുറെ ഇതൊക്കെ പ്രിന്റ് ചെയ്ത് ഒരു ബ്രോഷറും ഒക്കെ ഉണ്ടാക്കി അതുപോലെ ടൂറിസത്തെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ തെറ്റാവും. ഇഷ്ടം പോലെ ആള് വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന്. ഇതിപ്പം ഇന്ന് കൊറേ ആൾക്കാര് എടാ എല്ലാ ദിവസവും ഉള്ളടാ. ഇതിപ്പം മഴ ഇച്ചിരി തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാ. ഭയങ്കര മഴയാണല്ലോ ആള് വരത്തില്ലാത്തുള്ളൂ പേടിച്ചിട്ടേ. അഡ്വഞ്ചർ ടീം പ്ലാനേഴ്സ് എന്നൊക്കെയാണല്ലോ വണ്ടി എഴുതിയേക്കുന്നത്. ഇവരെല്ലാം ഇവിടുത്തെ സ്ഥിരം അഡ്വഞ്ചറുകാരാ അല്ലേ? ഇതൊക്കെ ചെറുത്. ഇനി ഇവിടുന്ന് മേളിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പൊ നമ്മൾ 2 കണ്ടില്ലേ, ഇനി ഒരെണ്ണം അവിടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് മേളില് അളിയന്റെ കട അവിടെ പോയി ഒരു ചായം കുടിച്ച് പോവാം അല്ലേ? ഏതായാലും വന്നത് കൊണ്ട് നമുക്ക് മൊത്തത്തിൽ കണ്ട് കറങ്ങി പോവാം. ഇനി എപ്പോഴും മരം നടക്കുകയല്ലോ. നമുക്ക് ആ വഴിയാ പോകേണ്ടതെന്ന് തോന്നുന്നല്ലേ? ഇതിലെ അങ്ങോട്ട് അതുകൊണ്ട് അവൻ ജീപ്പേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോപ്പി പോയി അതേ കയറിയില്ലേ. ഇപ്പൊ നമ്മൾ നടന്നു പോകണമല്ലോ. ഏതായാലും പോവാൻ നോക്കാം. വണ്ടി നമ്മൾ ഇവിടെ വഴി പാർക്ക് ചെയ്തു. ഇനിയിപ്പോ ജീപ്പേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ജീപ്പും കൊണ്ട് പോകാം അല്ലേ? നമുക്കൂടെ ജീപ്പേ കയറി പോകാം. അത്യാവശ്യം വേണേ പോകും. പിന്നെ അവിടെ തിരിക്കാനൊക്കെ പാടായിരിക്കും. അത് വേണം. അതവിടെ കിടക്കട്ടെ. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ജീപ്പ് ഉള്ളതുകൊണ്ട് കയറിക്കോ, പിള്ളേരെല്ലാം കയറിക്കോ. കേറി കിടക്ക്. അതെ എന്നോണ്ട് കാണാൻ ഫ്രണ്ടിൽ ആരും നീ ഫ്രണ്ടിൽ പോയിരുന്നടാ. രണ്ട് വണ്ടിയെ വന്ന ആൾക്കാർ മൊത്തം ഒരു ജീപ്പിനകത്ത് കയറി അല്ലേ? ഇതവൻ ആദ്യം തൊട്ടേ പറയുന്നത് ഒരു വണ്ടി മതി ആണോ? അതെ ഇത് കണ്ടോ? ഇത്ര നേരം വണ്ടി ഓടിക്കായിരുന്നു. ഇനിയിപ്പം വന്ന അവസാനം ഒറ്റ ജീപ്പ ഞാൻ നിന്നാ വരുന്നതെന്ന് പറഞ്ഞു. കാരണം ഇവിടെ കുറച്ചിടേ ഉള്ളു പോകാൻ. പക്ഷെ പഴയ നൊസ്റ്റാൾജിയ. അതെ പഴയ നൊസ്റ്റാൾജിയ. കല്യാണത്തിനൊക്കെ ഇങ്ങനെ തൂങ്ങി നിന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. 4 പേരൊക്കെ ആയിരുന്നു പുറകെ പോകുന്നത്. അല്ല എങ്ങനെയുണ്ട് തൂങ്ങി നിന്നുള്ള യാത്ര? സൂപ്പറാ. അതെയല്ലേ? ഒന്ന് തൂങ്ങി നിൽക്കണം തോന്നുന്നുണ്ടോ? അതെ പണ്ട് എന്തായാലും തൂങ്ങി നിന്നു. ഇപ്പഴല്ലേ തൂക്കമൊന്നും ഇല്ലാതെ. പണ്ടിങ്ങനെ കമ്പിയെ തൂക്കി നിന്ന ആൾക്കാരാ ഇപ്പോഴത്തെ ഡ്രൈവർമാര്. അതെ ശരിയാ. പണ്ട് ജീപ്പിന്റെ പുറകെ ഞാൻ നിന്നില്ല പഠിച്ചോണ്ടിരിക്കുന്നത്. അന്നേരം രാവിലെ എഴുന്നേറ്റ് വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി ഇടണം. ഒരു ക്ലിപ്പോസ് കിട്ടാനായിട്ട് നോക്കി നിൽക്കും. ഡ്രൈവർ പറയുന്നതെല്ലാം കേൾക്കണം. ഇതെല്ലാം പറഞ്ഞ് റെഡിയാക്കിയാലേ നമുക്ക് വണ്ടി ഒന്ന് ആദ്യം ടയർ ഊരാനൊക്കെയാ പഠിപ്പിക്കുന്നത്. മെക്കാനിക്കലാണ് നല്ല വൃത്തിയാക്കി ഇടണം. എല്ലാം ഡ്രൈവർ വരുമ്പോ കറക്റ്റ് ആയിരിക്കണം. എന്നാലേ വേറെ ഡ്രൈവർമാർ കാണാനും അവൻ കൊള്ളാം ഇവനെ നമുക്ക് ചൂണ്ടിയാലോ തോന്നുന്നു. അതെ വന്നായിരുന്നേ നമ്മുടെ വണ്ടി വരത്തില്ലായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് റോഡ് കംപ്ലീറ്റ് വെള്ളമാണ്. വെള്ളത്തിനകത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് കണ്ടിട്ടുള്ള വെള്ളപ്പാറ. വെള്ളപ്പാറ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. അപ്പൊ വന്ന് 2 3 ഇടുക്കിയിലോ വെള്ളപ്പാറ അല്ലേ? നല്ല അടിപൊളി സംഭവമാണല്ലോ. ഈ വഴി നിൽക്കത്തില്ല. ഇവിടെ പക്ഷെ ജീപ്പേ വരത്തുള്ളൂ. അതെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇടയ്ക്ക് ഞാനും കുഞ്ഞാപ്പിയും മാത്രം വന്നിട്ടുള്ള. ആണോ? അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തന്നെ വന്നേ? അത് ഞങ്ങൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ആണോ? അത് കൊള്ളാം. അപ്പൊ കുഞ്ഞാപ്പി നേരത്തെ വന്നിട്ടുണ്ട്. എന്നാ അതാ പറഞ്ഞേ അവൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കൊള്ളാം കേട്ടോ. നല്ല സൂപ്പർ വെള്ളച്ചാട്ടോ. പക്ഷെ ഓഫ് റോഡ് വണ്ടിയാ വരത്തുള്ളൂ. അവൻ വെള്ളത്തിലൊക്കെ പോയി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അവൻ ഈ വെള്ളം കണ്ട് അവൻ ആറ്റിച്ചാട്ടോ വരുന്നു നാട്ടിലത്തെ പരിപാടി. ഇപ്പൊ പോയാലും ചാടും. പോയ അന്നേരം പോയി ചാടണമെന്നാ പറയുന്നത്. ചായേ എങ്ങനെയുണ്ട്? അപ്പൊ കൊള്ളാം. ഇത് നല്ല സെറ്റപ്പ് സ്ഥലം കേട്ടോ. വന്ന് പെടാൻ ഇത്ര പാടാണെന്ന് പറഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. അടിപൊളി വെള്ളച്ചാട്ടം. അങ്ങോട്ട് പോയാൽ മൊത്തം എറുത്തിലടിച്ച് ചട്ടെല്ലാം നനയുമല്ലോ. കുഞ്ഞിയൊക്കെ വന്ന് അർമാദിച്ച് നടക്കാം. കുഞ്ഞിക്ക് നാട്ടിൽ പോയാലും അതെ. പോയി ചെന്ന് കഴിഞ്ഞാൽ 6 കണ്ടു കഴിഞ്ഞാൽ അന്നേരം ആറ്റിച്ചാടി നീന്തിച്ചൊക്കെയാ പരിപാടി. എടാ ഇത് നല്ല ഒഴുക്കമുണ്ട് കേട്ടോ. കാഴ്ചയായാലും ചായയുടെ കൂടെ വന്നതുകൊണ്ട് ഇവിടെ എല്ലാം വന്ന് കാണാൻ പറ്റും. അത് നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് മൊത്തം സ്ഥലവും കണ്ടു. കംപ്ലീറ്റ് എറിച്ചിലാണ്. അതെ മൊത്തം നാനഞ്ഞല്ലേ? കംപ്ലീറ്റ് എറിച്ചില്ല. തൂത്തോളും കാറ്റടിച്ച് ഇങ്ങ് പറക്കുമല്ലേ വെള്ളം.
ഊത്തോളം ഞാൻ നോക്കണം, സാരമില്ല. അതെ, നല്ല അടിപൊളി സീനാ കേട്ടോ. എന്നാണ് അവിടെ വരെ വണ്ടി വരും അല്ലേ? ആ, വണ്ടി വരും. ഇത് ഇങ്ങോട്ട് ജീപ്പ് കയറി പോകും. ജീപ്പ് അങ്ങ് പോവാ, തോട്ടത്തിലോട്ട് കണ്ട് പോകുന്ന വഴിയാണ്. ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ കൊള്ളാം കേട്ടോ. നല്ല സെറ്റ് സ്ഥലം കേട്ടോ. നല്ല അടിപൊളി സ്ഥലത്താ കൊണ്ട കാണിച്ചേ. ഇവിടെയോ? ആ, സംവിധാനത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോ ഇവിടെ ഒരു വൈദ്യുതിയുടെ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലേ? കൊള്ളാം. എന്നാലും നല്ല അടിപൊളി വ്യൂ ആ കേട്ടോ. ഇഷ്ടപ്പോ സ്ഥലമാ. വെള്ളത്തിൽ ചാടി കുളിക്കണോ? അതാ ചോദിച്ചാ കുളിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ തന്നെ മൊത്തം നനഞ്ഞു. ഏകദേശം കുളിച്ച പോലെ. അതെ. ഞങ്ങളെ വെള്ളം കുറവുള്ളപ്പോ വരുമ്പോ ഞങ്ങൾ അവിടെ പോയി നിക്കാം. ഇപ്പൊ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇല്ല, ഞാനാകെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. അന്ന് വെള്ളം കുറവായിരുന്നു. വാഹനം വന്ന വണ്ടി തിരിക്കുക കേട്ടോ. തിരിച്ചു പോകാനായിട്ട്. ഇനി ഇവിടെ നിന്ന് 3ാമത്തെ വെള്ളച്ചാട്ടോ. 3 കണ്ടു. എവിടെ പോപ്പി? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലായിരുന്നു? അതാണ് നല്ല ആംബിയൻസാ. ഏതായാലും കൊച്ചാ വന്നുകൊണ്ട് സംഭവം എല്ലാം കണ്ടില്ലേ? അതിന് നല്ല ഡ്രൈവർമാരുണ്ടല്ലോ വരത്തുള്ളൂ കേട്ടോ. അതെ. മതി വാ കേറാം. അതെ. ഞാൻ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വരെ കണ്ടിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടില്ല. അയ്യോ, അതെ. ഓക്കെ, അതൊക്കെ നടന്നു പോവാം. നമുക്ക് ജീപ്പെ പോകുന്നതിലും നടന്നു പോന്നാ. എന്നാലും ജീപ്പ് ആ സ്പീഡിലേ വരുള്ളൂ. അതാ പറഞ്ഞേ, നമുക്ക് നടന്നു പോവാം അങ്ങോട്ട്. അവര് പയ്യെ വരട്ടെ. ജീപ്പൊക്കെ കിടക്കുന്നുണ്ടോ? നല്ല അടിപൊളി സെറ്റ് വ്യൂ ആ കേട്ടോ. ഇവരുടെയൊക്കെ വേറെ വീഡിയോ ഒക്കെ ഇവന്മാര് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലേ? മറ്റേ നമ്മൾ ആദ്യം പോയ വെള്ളച്ചാട്ടമില്ലേ, അന്ന് ആ പാലം ഉള്ള സമയത്ത് ഈ വണ്ടി ഇറങ്ങി. ആ മേലെ ആദ്യം കണ്ട പാലത്തെ. ആ പാലമൊക്കെ ഇപ്പൊ ഇല്ല, പാലം പോയി. ആ പോയെന്ന് അവൻ പറഞ്ഞില്ലേ, പാലം പോയെന്ന് പറഞ്ഞില്ലേ, ആ പാലം ഉള്ള സമയത്ത്. അതെല്ലേ? ഇതിപ്പോ റോഡ് മുഴുവൻ വെള്ളമാണല്ലോ. അതെ അല്ലേ? ഇങ്ങനെ ഈ റോഡെ വെള്ളം ഒഴുകിയായി ഇതെല്ലാം പോയത്. ഇതെല്ലാം കല്ല് പതിച്ച റോഡായിരുന്നു. മൊത്തം പോയി. ഇപ്പൊ പിന്നെ പയ്യെ കയറി പോകുന്നു. നടന്നിങ്ങ് കയറി പോരും. കയറി വരുന്നേ കാണാൻ രസമല്ലേ? അതെ. ഇവിടെ നല്ല ഫുള്ള് റബ്ബർ തോട്ടം അല്ലേ? വെളുപ്പിനെ 3 മണി 4 മണി ആകുമ്പോഴേറ്റ് പരിപാടി തുടങ്ങണം. റബ്ബർ വെട്ടുകാരും ഇല്ല ഇപ്പൊ അല്ലേ? ഇല്ല. അതുകൊണ്ട് ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി എണ്ണം വെട്ടാതെ കിടക്കുമെന്ന് തോന്നുന്നു. ഒത്തിരി വെട്ടാതെ കിടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പകുതിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഒരാളെ കിട്ടാനില്ല. അതെ. എന്നാണ് ഇത്? ഇതിന്റെ എല്ലാം വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു തലമുറയുണ്ട്. അവരുടെ പരിപാടി തീർന്നതോടുകൂടി പുതിയ ആൾക്കാർ ആരും ഇതിലേക്ക് ഇറങ്ങുന്നില്ല. അല്ല, ഇപ്പൊ ഉള്ള പിള്ളേരാരും റബ്ബർ വെട്ടാൻ പോകും. അതെ, ആരും പോകുന്നില്ല. ഈ ഒരു തലമുറനെ കഴിയുമ്പം മറ്റേ നമ്മള് തെങ്ങിയത്ത്, പനചത്ത്, റബ്ബർ വെട്ട്, ഇതിനൊക്കെ വേറെ ആൾക്കാരെ വെക്കേണ്ടി വരും. ഇനിയല്ലേ നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് നിർത്തി ഇവരെ റെഡിയാക്കി എടുത്തുനിന്ന് കൂട്ടിക്കോ. അന്നേരം അടുത്ത തോട്ടക്കാരൻ വിളിക്കും, എടാവേ അതിലും കൂടുതൽ ഫെസിലിറ്റി തരാം, ഇങ്ങോട്ട് വരാൻ പറയും. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നടന്നു പോകുന്ന കേട്ടോ. അതെ. അതേ ഇരുന്ന് കുലുങ്ങിയേ. അതെ, ഈ വഴിയെ വരുന്നതിലും നമുക്ക് നടന്നു പോവാം. ഏറ്റവും ചാടി മറിഞ്ഞ് ഒലഞ്ഞു മറിഞ്ഞ് വരുന്നതിലും അതെ. ഈ തോട്ടിൽ നിന്നുള്ള വെള്ളമാ ഇത് നേരെ താഴോട്ട് പോകാതെ ഉണ്ടോ, ഇങ്ങോട്ട് പോകാതെ അങ്ങോട്ട് തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഞങ്ങൾ ജീപ്പ് കയറി പോരും. ഇന്നത്തെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതെ നിൽക്കുന്ന. ഇന്ന് നമ്മുടെ സമയം ക്ലിയർ ആയിരുന്നു. ഇന്നലെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇന്നലെ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ ആ സമയത്തെല്ലാം മഴ തുള്ളി തൂരാതെ പെയ്തുകൊണ്ട് വലിയ ശക്തിക്കൊന്നും പെയ്യുന്നില്ല. പക്ഷെ മഴ തോർന്നിട്ടില്ല. പക്ഷെ ഇന്ന് കണ്ടോ, ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും മഴ മാറി. രാത്രിയിലെല്ലാം പെയ്തങ്ങ് തീർന്നു. അതായാലും നന്നായി. അതെ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും അല്ല, ഇനിയിപ്പോ മഴ പെയ്താലും സാരമില്ല. എന്നാ വെച്ചാൽ മേളിലേക്ക് പോകുന്നിടത്ത് അളിയന്റെ കടയൊക്കെ ആയതുകൊണ്ട് അവിടെ സമാധാനമുണ്ട്. അവിടെ കയറി ഇരിക്കാം, അവിടെ ചായ കുടിക്കാം. ചായ കുടിക്കാൻ കയറി ഇരിക്കുകയും ചെയ്യാം. ഇവിടെയൊക്കെ വന്ന് മഴ പെയ്താൽ നരി തന്നെ നനയാനേ പറ്റുള്ളൂ. അതെ. എന്നാലും കൊള്ളായിരുന്നു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാണ് ഒന്ന് കാണാൻ പറ്റി. ഇവിടെ താമസിക്കുന്നവർ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അന്നേരം. എന്നാലും ഒരു ആൾതാമസം ഒന്നും ഇല്ലാതെ എത്ര ഏക്കർ സ്ഥലമാണ് കിടക്കുന്നല്ലേ ഇതുപോലെ. ഇതൊക്കെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിലും വെട്ടാൻ ആൾക്കാരില്ലെന്ന്. ഇവിടെയൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കടുവായും ആനയും പുലിയൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ
ഈ വെട്ടുകാരൻ തന്നെ ഉള്ളെങ്കിൽ എന്നെ ചെയ്യൂല്ലേ. പിന്നെ ഇവിടെ എന്നാ കടുവ വന്നാലും വിഷയമില്ല, നമ്മളെ പോലെ സിംഹങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വണ്ടിയെ കയറിപ്പാം. ഇവിടുന്ന് വണ്ടിയെ കയറാം. ഇവിടുന്ന് ഞങ്ങളോടെ നിങ്ങളെ കൂടെ അങ്ങ് പോരുക കേട്ടോ. ഇവിടുന്ന് ഞങ്ങളും കയറുക. അങ്ങനെ നമ്മൾ അളിയന്റെ ചായക്കട വന്നല്ലേ. ഈ ഉറുമ്പിക്കര പോകുന്ന വഴിക്കുള്ള ആകപ്പാടെ ഉള്ള ഒരു ചായക്കട ഇതാന്ന് തോന്നുന്നല്ലേ. ഇവിടുത്തെ ഫേമസ് ചായക്കടയാ. അതെല്ലേ. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ഇവിടെ, നമുക്ക് ഒരു ചായക്കട. ആ കടയിൽ വെടിക്കെട്ട് ചായയും ലൈവ് ചെറുകടികളും. അതെല്ലേ. എന്നാ പിന്നെ നമുക്ക് നോക്കാം എന്നാ ഉള്ളതെന്ന്. എത്ര ചായ വേണം പറഞ്ഞേക്കാം. ഈ ചായ വേണ്ട, എനിക്ക് കടുങ്കാപ്പി മതി. ആണോ? ഇവരൊക്കെ ചായയുടെ ആൾക്കാരായിരിക്കും. ചായ വേണോ കടുങ്കാപ്പി? ചായ ആയിരിക്കുമല്ലോ. എത്ര ചായ? ഇതാ നമ്മളെ ചായ പറഞ്ഞ അളിയന്റെ ചായക്കട. നല്ല ലൈവ് ബോണ്ടായെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചൂട് ബോണ്ട. അപ്പൊ നമ്മള് ചായയും കടിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചൂട് പരിപ്പോട ഉണ്ട്. ചൂട് പരിപ്പോട അടിപൊളി സാധനം. പരിപ്പോട ആകുന്നുള്ളൂ. ഇപ്പൊ തൽക്കാലം പരിപ്പോട പിടിച്ചു. ഉഗ്രം പരിപ്പോടയാണ്. നല്ല അടിപൊളി പരിപ്പോട. പരിപ്പോട ഇഷ്ടപ്പെട്ടോ? അമ്മായിക്കും പരിപ്പോട വേണ്ട. കൊള്ളാലോ, ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട്. സുഖമായിട്ടിരുന്ന് കാപ്പി കുടിക്കാം. നല്ല സാധനം ഉണ്ടല്ലേ. ചീര, വഴുതന എല്ലാ സാധനവും ഉണ്ട്. അത് ശരിയാണല്ലോ. ഇതല്ലേ കടയുടെ സൈഡിൽ കൂടെ വെള്ളച്ചാട്ടം. അതെ അതെ. നമ്മള് ഉറുമ്പിക്കര കയറി വരുന്ന വഴിക്കുള്ള കടയാ കേട്ടോ. ബോണ്ടായോ? നിനക്ക് ബോണ്ടായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നീ പിള്ളേർക്കുള്ള കോലിമുട്ടായാണ് നിന്നെ. അതെ, ശരീരം മാത്രമേ വളർന്നുള്ളൂ, മനസ്സിൽ ഇപ്പോഴും കുഞ്ഞാ അല്ലേ. ഏതാ താഴെ ഏലം ഉണ്ടല്ലേ. ഏലം ഉണ്ട്, അത്യാവശ്യം കാപ്പി, പൊടി, പിന്നെ അതുപോലെ തന്നെ റംബൂട്ടാന്, അങ്ങനെ പല പല കൃഷികളാണെന്ന് തോന്നുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട്, നടുതലകൾ എല്ലാം ഉണ്ട്. എല്ലാരും കടുക്കാപ്പിയെ കുടിക്കാൻ പറ്റായിരുന്നു, കിട്ടിയില്ലേ? വീട്ടിൽ വർത്താനം പറയല്ലേ. അതെ പെനു, വീട്ടിൽ ചെന്നാൽ വർത്താനം പറയും. നാക്കിപ്പം വീട്ടിൽ ഇരിക്കുവാന്ന് തോന്നുന്നു. അതെ 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 അതെ. നമ്മളെ ചൂട് ബോണ്ട വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയും ചേട്ടാത്തിനും പോരുവാണെങ്കിൽ അവളും പോരു വന്നു. അത് കൊള്ളാം. ഇത് ആടെ നല്ല ചൂട് ബോണ്ട, എടുത്ത് കഴിച്ചു വെക്കാം. എങ്ങനെ ഉണ്ട്? ഇപ്പൊ എടുത്ത സാധനം ലൈവ് കടിയാ. ഇവിടുത്തെ ലൈവ് കടിയാ. എടാ ഒരു കാര്യം ചെയ്യേ, നല്ല ചൂടാണെങ്കിൽ ആ വെള്ളത്തിനകത്തൊന്ന് മുക്കിക്കും. ഇവിടെ നമ്മള് സംവിധാനം ചെയ്തേക്കുന്ന കണ്ടോ? ഇവിടുത്തെ സംവിധാനം കണ്ടോ? വെള്ളം എടുക്കാനൊന്നും പുറത്തിറങ്ങണ്ട, നമുക്ക് അടുക്കള നിന്നുകൊണ്ട് മുക്കി എടുക്കാം. സൈഡിൽ കൂടെ തോട്. നിനക്ക് ഏതായാലും ആരാണ്ട് ഒരു കുഞ്ഞുമുട്ടായി തന്നുകൊണ്ട് സെറ്റായി. തണുക്ക് വേണമെങ്കിൽ എങ്ങനെയുണ്ട് ചായയും കടിയൊക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാം. ചായ കണക്കെല്ലാം കൂടിയോ? കൂട്ടുക ആണോ? അതെ. പിന്നെ മറ്റേ ബിങ്കോ 2 മറ്റേ ഓക്കെ ബിരിയാണിയോ പിള്ളേർക്ക് എടുത്തു അല്ലേ? അത് 2. ഇത് നല്ല ബോളിയല്ലേ ബോണ്ട, കൂടാതെ നല്ല അടിപൊളി ഉള്ളിവട, നല്ല അടുപ്പയിൽ വെന്തോണ്ടിരിക്കുന്നു കേട്ടോ. ഉള്ളിവട വേണോ? ഉള്ളിവട പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ആവുള്ളൂ. നമുക്ക് മേളിൽ പോയിട്ട് തിരിച്ചു വരാം. ബോളിയുണ്ടോ? ഞങ്ങളെ മേളി വരെ പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പൊ ഓക്കെ, എന്നാ പോയിട്ട് വരാം. ചെറിയ കാറുകൾ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയല്ലേ പോകത്തുള്ളൂ. ഇനി മേലോട്ട് കുറച്ചുകൂടെ മേലോട്ട് പോകും. വേണ്ട, നമ്മളെ വണ്ടി ഇവിടെ ഇട്ട് നമുക്ക് ഇതിന് കയറിപ്പോ. മേളിപ്പോയ ഒരു ബംഗ്ലാവ് ഉണ്ട് അവിടെ. പിന്നെ കുറച്ചുകൂടെ മേളിലോട്ട് പോകാൻ തോന്നുന്നു അല്ലേ? പോകാൻ പറ്റുമോ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിലെയാണ് നമ്മൾ മേളിലോട്ട് കയറിപ്പോ. പണ്ട് കാലത്തെ ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നെന്നും തേയിലകൃഷി ഉണ്ടായിരുന്നെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുവോ? അതെ അതെ, ശരിയാ. ഈ ഒരു എൻട്രൻസിൽ കൂടെ അകത്തോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ നിന്നാൽ നല്ല അടിപൊളി വ്യൂ ആണല്ലോ. താഴോട്ട് നോക്കിയിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഈ ഏരിയ ഒന്നും പിടികിട്ടുന്നില്ല. ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നേരെ കാണുന്നല്ലേ. ഈ വലത്തെ സൈഡിൽ അത് ഏന്തയാറ്. ഏന്തയാറ് അങ്ങേ സൈഡ് ഇളങ്കാടായിരിക്കും. ഇളങ്കാട്. പിന്നെ അങ്ങ് അവിടെ അത് കാണുന്ന സ്കൂളല്ലേടാ 35 പുതിയതായിട്ട് തുടങ്ങി? കാണുന്നല്ലേ.
കോളേജാ. മറ്റേ കുട്ടിക്കാനത്തിന് താഴെ പുതിയ കോളേജ് തുടങ്ങി. അതെ. ഓ ഇത് ആ കാണുന്നതാണ് പുല്ലകയാർ അല്ലേ? അല്ലേ അതല്ലേ പുല്ലകയാർ വരുന്നത്? പുല്ലകയാറ്. ആ പുല്ലകയാറാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്. ആറ് പ്രശ്നം ഉണ്ടാക്കിയതല്ല, സൈഡ് മലകളെല്ലാം ഇടിഞ്ഞു നിരന്ന്. അതെ അതെ. ആണോ? ആണോ? ഏറ്റവും മേളിലോ? അതെ അല്ലേ? അതാ ഞാൻ പറഞ്ഞു, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നമുക്കൊന്നും അറിയത്തില്ല. ഇത് ഉറുമ്പിക്കര വാഗമണ്ണ്, അങ്ങനെയല്ലേ അവിടെ വാഗമണ്ണ്. ശമ്പളം കൊടുത്ത് മുടിയൂല്ലോ, ഡ്രൈവർ കം ഗൈഡ് കം. അതെ അതൊന്നുമില്ല, എന്നാൽ നിന്ന് കാശ് പോകും അല്ലേ? അതാ നല്ല കാലാവസ്ഥയല്ലേ? പൈനാപ്പിൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്നെ രസം. ഇഷ്ടം പോലെ ഏരിയ മുഴുവൻ കൃഷിയാ. ഈ ഏന്തേറെ അറിയപ്പെടുന്ന മറ്റേ വാലി ഓഫ് വാഗമൺ എന്ന് അറിയപ്പെടുന്നേ. വാലി ഓഫ് വാഗമൺ. ആ നമ്മുടെ ജമ്മുവിലൊക്കെ ചെല്ലുമ്പോൾ പറയുന്നത് റബ്ബർ കൃഷി കൊണ്ടുവന്ന സായിപ്പിന്റെ സ്കൂളാ നമ്മുടെ എന്താ. അതിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയുന്നുണ്ട്. ഇവിടെ തന്നെ അല്ലേ സായിപ്പിന്റെ കല്ലറയൊക്കെ ഇവിടെ തന്നെ അല്ലേ? മാത്തമല അവിടെ കല്ലറുണ്ട്. ഇവിടെ അല്ലേ? കൃഷിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഒരു കൃഷിയില്ല. എല്ലാ സാധനവും. ഏലമുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, ജാതിക്ക ഉണ്ട്, റംബൂട്ടാനുണ്ട്, മറ്റേ മാങ്കോസിനുണ്ട്, സപ്പോട്ടയുണ്ട്, എന്ന് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. എല്ലാ സാധനവും. ഇവിടെ കാര്യം വെയിലുള്ളപ്പോൾ നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞാലും വൈകുന്നേരം സമയത്തൊക്കെ നല്ല കാറ്റും നല്ല തണുപ്പും. നല്ല തണുപ്പുവാ. ആ മേളുവശത്തൊക്കെ മഞ്ഞ് കയറി കേട്ടോ. ഈ തേയിലയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തേയിലയൊക്കെ പൊക്കോണ്ടിരുന്നതാണ്. ഇടക്കാലം കൊണ്ട് നിന്ന് പോയതാ. ആ ഫാക്ടറി ഒക്കെ പൂട്ടി പോയിട്ട് അധികം ആയിട്ടില്ല, കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. പിന്നെ തേയില നിന്ന് പോയി പണിയാരെയൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ താമസിപ്പിച്ച് പണിച്ചുകൊണ്ടിരുന്ന. നമുക്ക് മേളിലോട്ട് കയറിപ്പോലോ. മേളിൽ സാഹിബിന്റെ ബംഗ്ലാവൊക്കെ ഉണ്ട് ഇല്ലടാ. കുറച്ച് ചെല്ലുന്നിടത്ത് റിസോർട്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ വണ്ടിയാ. അത് ആൾട്ടോ അല്ല, ഓഫ് റോഡ് വണ്ടിയാ. അത് ആൾട്ടോ ജീപ്പാ. അത് ഇവിടുത്തുകാരുടെ വണ്ടിയാ. ആയിരത്തിക്കാരൻ കണ്ടു കഴിഞ്ഞാൽ അവാർഡ് കൊടുക്കും. ഈ സാധനം ഞങ്ങൾ റോഡെ ഓടിക്കാൻ ഉണ്ടാക്കിയതാണ്, കാട്ടിക്കൂടെ ഓടിക്കാനല്ലെന്ന് പറയും. ഇവിടെ ഒരു വലിയ റിസോർട്ട് ഉണ്ട്. ഇവിടുത്തെ ഉറുമ്പി ഹിൽസിന്റെ റിസോർട്ട് അടിച്ച് നോക്കി ആ റിസോർട്ട് ആദ്യം വരുന്നത്. ക്ലിക്ക് ചെയ്ത് നമുക്ക് സംഭവം റെഡിയാക്കി തരാം, ഒരു കുഴപ്പമില്ല. ഇനിയാണ് ശരിക്കും നമ്മൾ ഓഫ് റോഡിൻ്റെതായ അടുത്ത പരിപാടിക്ക് ഞങ്ങൾ വന്നില്ലായിരുന്നോ? അന്ന് എന്തായാലും ഇതിലൊക്കെ നല്ല വഴിയായിരുന്നു. ഇതിപ്പോ മഴ പെയ്ത് കംപ്ലീറ്റ് വഴി പോയി, മൊത്തം പോയി. ഓഫ് റോഡേ പറ്റത്തുള്ളൂ ഇവിടെ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഓഫ് റോഡുകളിൽ ഒന്നാന്ന് തോന്നുന്നു ഉറുമ്പിക്കര അല്ലേ? അതെ അതെ. ഇവിടെ ഇതായിരുന്നോ സായിപ്പിന്റെ ബംഗ്ലാവ്? ഇതായിരുന്നു ബംഗ്ലാവ്. അതെ അല്ലേ? അപ്പൊ ഇവിടം വരെ നമ്മള് കയറി വന്നു. ഇനിയിപ്പോ ഇവിടെ മേളിൽ കാണുന്ന മലയല്ലേ ഇരുമലച്ചി അമ്പലമൊക്കെ? ഏറ്റവും മേളിൽ അല്ലേ? അത് കൊള്ളാം അല്ലേ? അടിപൊളി സെറ്റപ്പാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടുത്തെ പരിപാടിക്കാണ് നാളെ വന്നത്. അതെ. ഒന്ന് നിങ്ങൾ വന്നപ്പം വൈകി പോയോണ്ട് നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അടുത്ത വർഷം ഒന്നുകൂടെ. അടുത്ത വർഷം തലേദിവസം ഫുഡെല്ലാം നമ്മൾ തന്നെയാ എല്ലാ പ്രാവശ്യവും. അതെ അല്ലേ? ഫുഡ് നിങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടി ചെയ്യാമെന്ന് നോക്കാം. ഞങ്ങളും കൂടെ വരാം. ആണോ? അല്ല ഞങ്ങളൂടെ വന്ന് കൂടാന്നേ. താഴോട്ട് നമ്മൾ കയറി വന്ന വഴി കാണുന്നുണ്ടോ? അവിടെ ഇറങ്ങുന്ന ഒഴിച്ച് വേണം. അത് കാണാം. അത് കൊള്ളാം. നമ്മളാ മറ്റേ ശരിയല്ലേ? ചായക്കടയുടെ അവിടെ കാണാം. ആ വഴിയല്ലേ? പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഏതായാലും മഴയും പെയ്തില്ല കേട്ടോ. ഭയങ്കര ഒരു അത്ഭുതമായി പോയി ഇന്നത്തെ ദിവസം. അതെ അതെ. ഇന്നലെ മഴയായിരുന്നു, ഇവിടെ എല്ലാം ഭയങ്കര മഴയായിരുന്നു. ബോഗൺവില്ല. ഇപ്പൊ നമ്മള് ആ മേളിൽ ചെല്ലുവാണെങ്കിൽ ആകാശത്തെ മുട്ടിയെന്ന് പറഞ്ഞ പോലെ ആയല്ലേ? ആകാശത്ത് തൊടണമെങ്കിൽ അവിടെ കയറി നിന്നാ മതി. അതെ 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 അതെ. എന്നാ ഹൈറ്റിലല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് മേളിലേക്ക് വീണ്ടും ഇതുപോലെ തന്നെ റോഡ് ഭയങ്കര മോശമാണ്. ഞങ്ങൾ ഇന്നാൾ ഒരു പ്രാവശ്യം ഇറങ്ങി വന്നപ്പോഴേ അന്ന് അമ്പലത്തിലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് റോഡൊക്കെ ഇച്ചിരി നന്നാക്കി കേട്ടിരുന്നു. അല്ല, എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന്റെ സമയത്ത് നന്നാവും. ഒത്തിരി ആൾക്കാർ കയറി വരുന്നതുകൊണ്ട് നന്നാക്കി ഇടുന്ന. മഴ പെയ്താൽ പിന്നെ മൊത്തം പോകും. ഇതെല്ലാം തുറന്നു കിടന്നതാണ്. അതിപ്പം ആരാണ്ട് ഇവര് നോക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു.
ശരിയായി. എല്ലാം ശരിയാക്കിയതാ. എല്ലാം റെഡിയാക്കി, മൊത്തം ബന്ദോബസ്താക്കി. പക്ഷേ ഇത് നല്ല രസം കേട്ടോ ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ. ഇവിടെ നിന്ന് കണ്ട് നോക്കിയാലോ അവൻ പറഞ്ഞത് താഴെ ആണ്ട് ലൈറ്റ് ഹൗസ് ഒക്കെ കാണാൻ പറഞ്ഞു. ആ ആലപ്പുഴയുടെ ഭാഗങ്ങളൊക്കെ അതിനപ്പുറമൊക്കെ അത് അവിടെ പിന്നെ കടലാ ഫുള്ള്. ഇവര് സ്ഥിരം വരുന്നതുകൊണ്ട് അവർക്കറിയാം ഏതൊക്കെ പോയിന്റ്. ഇപ്പൊ ഈ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. നല്ല തെളിച്ചമുള്ളപ്പോഴോ കാണാൻ പറ്റും. അതെ, ഇതിനാളും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ പിടിച്ച അങ്ങ് താഴെയാ. ആ കല്ലിന്റെ അവിടെയൊക്കെ കയറി പോവാന്ന, ആ കല്ലിലൊക്കെ ആൾക്കാർ പോയി കയറുന്ന. മേളിലല്ലേ? നോക്കി നിൽക്കുമ്പോൾ മഞ്ഞ് കയറുന്ന സ്ഥലം അത്. അതെ ഇത്ര ഹൈറ്റിലല്ലേ? ഏറ്റവും സെറ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാ മാങ്കോശം നിൽക്കുന്നുണ്ടോ? ഒരു മാങ്കോസിന്റെ അടിപൊളി തോട്ടം കേട്ടോ ഇത്. ഇതിനകത്ത് മാങ്കോശം മാത്രമല്ല, മാങ്കോസിനുണ്ട്, ബാക്കി മറ്റേ സപ്പോട്ടയില്ലേ അതിന്റെ അങ്ങേ സൈഡ് അവിടെ ഒക്കെ സപ്പോർട്ടയല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് കാപ്പിയുണ്ട്, ഏലമുണ്ട്, പ്ലാവുണ്ട്, മറ്റേ പുള്ളി പറഞ്ഞല്ലോ ബ്രാൻഡിയുണ്ട്, റമ്മുണ്ട്, അങ്ങനെ എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ഉണ്ട്. ഐറ്റം ഇത്രയും മലയുടെ മേളിലായിട്ട് പോയി ഇതുപോലെ വമ്പൻ കൃഷികളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇതൊക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. അതെ ഈ മേളത്തെ ഇതൊക്കെ ഹോം സ്റ്റേ ഒക്കെയാണ്. അതൊരു ഹോം സ്റ്റേ ആയിരുന്നു അല്ലേ? വീടായിരുന്നു, ഹോം സ്റ്റേ ആക്കിയതാ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കയറി വന്നാൽ ഒന്ന് ഇറങ്ങാനുണ്ട്. മറ്റേ കടച്ചക്കയൊക്കെ നിൽക്കുന്നുണ്ടോ? അതെ ഇഷ്ടം പോലെ. ഒരു മനുഷ്യനും വേണ്ട. കുഞ്ഞാപ്പിയേ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാല്ലേ മനു? ഒന്നും ഒരു മൂടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ ആ 2018 പ്രളയത്തില് നശിച്ചു പോയ റോഡുകളെല്ലാം. അതെ ഇതിലിപ്പോ ആരും ഇല്ലല്ലോ. പലപ്പോഴും നല്ല വണ്ടികളും വന്നാലായി. അതെ വർഷത്തിലൊന്ന് ഞങ്ങള് മേളിൽ അമ്പലത്തിൽ പരിപാടി നടക്കുമ്പോഴേ ഞങ്ങളൊന്ന് പിക്കപ്പുമായിട്ടും ജീപ്പും ഒക്കെ ആയിട്ട് കുറെ പേര് കയറും. ഞങ്ങളാ പരിപാടി തുടങ്ങിയപ്പോ എനിക്ക് പോകാൻ പറ്റാതില്ല. പക്ഷെ ഈ പ്രാവശ്യം പോകാൻ പറ്റി. ഈ പ്രാവശ്യം ഞങ്ങള് പോയി. നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല, പറ്റാതിരുന്നിട്ടില്ല. ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ലല്ലേ? ഇത് നമ്മള് പാപ്പാനിയുടെ മേളത്തെ ഒരു വെള്ളച്ചാട്ടം അല്ലേ? ഈ വെള്ളം തന്നെ താഴോട്ട് ഒഴുകി വരുന്നേ. ഇതൊരു ചെറിയ പാലം അല്ലേ? പാലമൊക്കെ പോയതാ, പ്രളയത്തിൽ പോയ പാലങ്ങളാ ഇതൊക്കെ. നല്ല രസമുണ്ട് അല്ലേ? നല്ലൊരു വെള്ളച്ചാട്ടോ. മേളിലോ ആൾക്കാർ കയറി ഇരുന്നോണ്ടിരുന്നതല്ലേ? ഇപ്പം ഒരു രക്ഷയില്ല, ഇപ്പൊ അവിടെ ഒന്നും പോകാൻ പറ്റില്ല. ഈ വെള്ളച്ചാട്ടം താഴോട്ട് നല്ല രസം കേട്ടോ. അവര് പോയി നമുക്കും പയ്യെ പുറകെ പോയേക്കാം. അല്ലാണ്ട് ഈ കോൺക്രീറ്റ് റോഡാണേലും പിന്നെ ശരിക്കും ശ്രദ്ധിച്ചു പോകേണ്ട വഴികളാണ് കേട്ടോ. അതെ എല്ലാം പായലൊക്കെ പിടിച്ച് കിടക്കുന്നോണ്ടേ ഇതിലെ ഒരു അച്ചായം പോകുന്നു. ഇവിടുത്തെ അന്തേവാസിയാന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ നമ്മള് നേരെ വീണ്ടും വേളയും തിരിച്ച് ഇറങ്ങി ഇവിടെ വന്നു. അങ്ങോട്ട് പോയാൽ താഴത്തെ വഴിയാ പോയല്ലേ? അങ്ങോട്ട് പോയപ്പോ താഴത്തെ വഴിയാ പോയി. ഇതാ വടക്കാമലപ്പള്ളിയുടെ കുരിശുപള്ളി. ആ വഴിയാ നമ്മള് പോയി. അതിലെ താഴത്തെ വെള്ളച്ചാട്ടം എല്ലാം കണ്ട് കറങ്ങി വീണ്ടും 100 ഏക്കറി വന്നു. അങ്ങോട്ട് പോയപ്പോ കണ്ട 100 ഏക്കറായി. ഈ 100 ഏക്കറിൽ നിന്ന് താഴത്തെ വഴിയെ നമ്മളങ്ങ് പോയെന്നുള്ളൂ. ഇറങ്ങി വന്നത് മേളത്തെ വഴിയാ. ഇല്ല പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന വഴി ഇതിലേ പോണം. അതെ താഴോട്ട് പോകണം. ഇതാ കുരിശുപള്ളി. നമ്മൾ അങ്ങോട്ട് പോയപ്പോ കണ്ട കുരിശുപള്ളി. നിരപ്പ് പറയുന്നില്ല, അതെ ഇതാണ് 100 ഏക്കർ നിരപ്പ് അല്ലേ? അതെ. പണ്ട് ബസ് ഇവിടെ വരെ ഉണ്ടായിരുന്നോ? ഇവിടെ വരെ. അതെ ശരിയാ, വണ്ടി ഉണ്ടായിരുന്നല്ലേ? ഇവിടെ വരെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. വണ്ടിയില്ല, വള്ളമില്ല, ഒന്നുമില്ല. ആരെങ്കിലും വല്ലപ്പോഴും വന്നാലായി.
ഇതാണ് കേട്ടോ കൊച്ചച്ചാട് നാട്ടിലെ മുക്കളം ടോപ്പിലെ പള്ളി. ആ മുക്കളം ടോപ്പിലെ പള്ളി. ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ആൾതാമസമൊക്കെ കുറവായി. നേരത്തെ ഇഷ്ടംപോലെ വണ്ടി മുക്കളം ടോപ്പ് ബസ് ഉണ്ടായിരുന്നു. മുക്കളം ടോപ്പിൽ ഇവിടെയൊക്കെ വന്ന് ഇറങ്ങിയിട്ട് അച്ഛയൊക്കെ ചെറുപ്പത്തിൽ നടന്നു പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. അച്ഛമ്മച്ചിയൊക്കെ ഇതിലെ വന്നിട്ട് താഴോട്ട് പോകുമായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങും ബസ്. ഉണ്ടോ പിള്ളേരാണ്ട് ആ ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കുന്നുണ്ടോ? ഫുട്ബോൾ കളിക്കുന്നുണ്ട് കുറേ പേര്. ഇതാ കേട്ടോ പള്ളിയോടനുബന്ധിച്ച് ഇവിടെ ഉള്ള സ്കൂളാണ് കേട്ടോ, മുക്കളം ടോപ്പിലെ സ്കൂളാണ്. ഇവിടെ ആ കൊച്ചായൊക്കെ പഠിച്ചതാ കേട്ടോ. കൊച്ചായ ഉണ്ണിക്കൊച്ചായ ഒക്കെ പഠിച്ച സ്കൂളായത്. അത് ഇവിടെ ആയിരുന്നില്ലേ? ആ ഇതാണ് ആ സ്ഥലം. പിന്നെ ഉറുമ്പിക്കര കണ്ടില്ലെന്ന് പറയരുത്, കണ്ടില്ലേ? അതാണ്. ഇത് മഴയുള്ള സീസണില്, ഇനി മഴയില്ലാത്ത സീസണിൽ വേറെയാ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.